എന്താ അറിയോ? പോലീസ് പിടിച്ചോണ്ടേ അങ്ങ് തീർന്നു വിചാരിച്ചോ? ജയിലൊന്നേ ഞങ്ങൾക്ക് അത്ര വലിയ പുത്തിരിയല്ല. ഏറിയാലോ 6 മാസം അല്ലെങ്കിൽ 1 വർഷം. അവിടുന്ന് ഇറങ്ങിയാൽ ഞങ്ങൾ ഡീസന്റ് ആവുന്ന വിചാരിച്ചു. അങ്ങനെ പോയാലോ? അങ്കിളെ പ്ലീസ്, നിങ്ങൾ എന്തിനാ ഞങ്ങൾ അങ്ങനെ ഉപദ്രവിക്കണേ? നമ്മൾ തമ്മിൽ ചില കണക്കൊക്കെ ഉണ്ടല്ലോ തീർക്കാൻ. നിന്റെ തന്റെ ട്രാൻസ്ഫർ വാങ്ങി പോയില്ല ഇവിടുന്ന്. ഇപ്പൊ ഇവിടുത്തെ SIR എന്നറിയോ? ഞങ്ങളുടെ ആളാ. പിന്നെ ആരാ നിങ്ങളെ രക്ഷിക്കാൻ വരുമെന്ന് അറിയണല്ലോ. ഇപ്പൊ നീ പോയിക്കോ, നിന്നെ ഒറ്റയ്ക്കൊന്ന് കാണുന്നുണ്ട്. ഈ അനീഷാരെന്ന് അറിയില്ല നിനക്ക്. പോയി കാണാൻ ആരാ പറഞ്ഞേ? തീരെ പിള്ളേരായിട്ടുള്ള കളി വേണ്ടെന്ന് ഞാൻ അന്നേ പറഞ്ഞതാ. പിള്ളേരുടെ കാര്യല്ലേ, അത് എനിക്ക് വിട്ടേക്ക്. ദേ ചെക്ക, എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. നിന്നെ പൊക്കെ നീ മാത്രല്ല അകത്ത് കിടക്കേണ്ടത്. ഒന്ന് നിർത്തണ്ടോ? തുടങ്ങി രണ്ടാൾ കൂടി. അച്ചായൻ ഒറ്റാള് കാരണം അതെ ഇവനായിട്ടുള്ള ഇടിക്കും. സാധനം വാങ്ങിപ്പോയാൽ മാത്രം പോരാ, വിറ്റ് കാശാക്കാനും അറിയണം. ഹലോ ബാങ്കോ SI ഷൺമുഖ സാർ ഇപ്പോൾ അവിടെ എത്തും. എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു മയത്തിലൊക്കെ നിന്നോണം. ആളൊടക്കിയ മുടികൂടാത്ത ജനസാ. ശരിടാ. അച്ചായ ആരാ? അത് ഡേവിഡാ. SI ഷൺമുഖ സാറ് ഇപ്പോൾ ഇവിടേക്ക് എത്തും. ഇവിടേക്കോ? ആള് നമുക്ക് വേണ്ട സപ്പോർട്ട് ചെയ്യും. പിന്നെ രണ്ടാളോടും പറയാ, നോക്കിയും കണ്ട് നിന്നോളാം. ഞാൻ ഷൺമുഖൻ, ഇവിടുത്തെ പുതിയ SI. ഡേവിഡ് പറഞ്ഞു കാണും, 1 മാസമായി ചാർജ് എടുത്തിട്ട്. 6 മാസം സസ്പെൻഷനിലായിരുന്നു. ഒരു ചള്ള് ചെക്കൻ എന്തോ കട്ടക്കുറ്റത്തിനാണ് ലോക്കപ്പിലിട്ടത്. ഒരു ദിവസം രാത്രി ഞാനാണെങ്കിൽ അന്ന് ഇത്തിരി ഓവറാവും ചെയ്തിരുന്നു. ഒരേ ഒരു പഞ്ച് ചെക്കന്റെ നെഞ്ച് കലങ്ങിപ്പോയില്ലേ. അന്വേഷണ വിധേയമായ 6 മാസം സസ്പെൻഷൻ, പിന്നെ ചത്തവന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം. കോടതി ഉത്തരവാ. 10 ലക്ഷം രൂപ കയ്യിൽ എടുത്തു കൊടുക്കാൻ കാശെന്താ വീട്ടിൽ അടുക്കി വെച്ചിരിക്കല്ലേ. നിങ്ങൾ വിചാരിച്ച ചിലപ്പോ ഒപ്പിച്ചു തരാൻ പറ്റും. എന്താ എടോ, ഈ മെത്തഫിറ്റമിൻ അല്ലാതെ വേറെ ഐറ്റം ഒന്നും ഇല്ലേ? സാറേ, എമ്മിനാണ് ഡിമാൻഡ്. ഹെറോയിലെത്തിക്കാൻ ചെന്നൈയിൽ ആളുകളുണ്ട്. എന്താന്ന് വെച്ചാ ചെയ്യ. അല്ല പിന്നെ എങ്ങനെയാ നമ്മൾ തമ്മിലുള്ള ഡീല്? സാറ് പറയും പോലെ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഉടനെ ഒരു 10 ലക്ഷം രൂപ വേണം. നിങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്യ. ഈ ഏരിയ നിങ്ങൾക്ക് സേഫ് ആയിരിക്കും. ശരി സാർ. എന്നാ പറഞ്ഞ പോലെ. അച്ചായൻ എന്ത് കണ്ടിട്ടാ എന്ന് പറഞ്ഞല്ല മൂളി സമ്മതിച്ചത്? നീ കണ്ടോ? ഇനിയാണ് കളി. കളി 10 ലക്ഷം രൂപ എവിടുന്ന് എടുത്തു കൊടുക്കും? സാധനം ഇറങ്ങാൻ പോണല്ലേ ഉള്ളൂ. അനീഷേ, നീ ഇറങ്ങിക്കോ. അച്ചായ, എനിക്ക് കുറച്ച് സമയം വേണം. അതെ, അവനാ പീറ പിള്ളേരായിട്ട് റിവെഞ്ചിന് നടക്കുക. അതെ, റിവെഞ്ച് തന്നെ. ഇതിനെ തീർത്തിട്ടേ ബാക്കി കളിയുള്ളൂ. അവൻ പോയിക്കോട്ടെ അച്ചായ, അവനെ വിളിക്കണ്ട. ஃப்ராங்கோ, உனக்கு மெட்டீரியல்லாம் தரேன் ஃப்ராங்கோ. ஆனா போன வாட்டி மாதிரி இந்த வாட்டி பண்ணிட்ட, போலீஸ்கிட்ட போயிட்டு மாட்டி விட்ட, அவ்வளோதான். അണ്ണാ, അത് പറ്റിപ്പോയി. ഇപ്രാവശ്യത്തേക്കൊന്ന് ക്ഷമിച്ചേക്ക്. மன்னிப்பா, மன்னிப்புன்றது நம்ம வாழ்க்கையில கிடையாதுடா. நீ நினைக்கிற மாதிரி இல்லடா, இதெல்லாம் பெரிய நெட்வொர்க்கு. சரி சரி, அனுப்புறேன். ശരി അണ്ണാ. അങ്കിളെ ഞാൻ എവിടെയോ കണ്ടിട്ടല്ലോ. അങ്കിൾ ഷോർട്ട് ഫിലിം അഭിനയിച്ചിട്ടുണ്ടോ? ഷോർട്ട് ഫിലിമോ? ഞാനോ? ഓ ആടാ, ഞാൻ പണ്ട് ഷോർട്ട് ഫിലിം അഭിനയിച്ചിട്ടുണ്ട്. അങ്കിളെ ഇതുവരെ കാര്യം പറഞ്ഞില്ല കേട്ടോ. ഇതൊക്കെ വാങ്ങി തന്നിട്ട് കാശില്ലെന്ന് പറയൂ. കാശോ? നിനക്ക് എത്ര കാശ് വേണം? ഇത് പൈസ നീ വേണേ കഴിച്ചടാ. അങ്ങനെ പൈസ ഒരു വിഷയല്ല. ഒരു ലൈസ് കൂടി എന്തിനും ഒന്നാക്കണ്. ഒരു 2 കഴിക്ക് ഏട്ടാ. ഒരു 2 ലൈസ് കൊടുക്കും. ഇതുപോലെ തൽക്കാലത്ത് മതി.
അങ്കിളെ എന്താണ്? ഇത് കേട്ടിട്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണല്ലോ. എടാ ഞാൻ പറഞ്ഞില്ലേ, അവളുടെ വീട് എവിടെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്, ഇത്ര അന്വേഷിച്ച് കണ്ടെത്തിയാ മതി. നീ ഇത് അന്വേഷിച്ച് കണ്ടെത്തി വന്ന ഇപ്പൊ ലേസ്, ഇനി ഗ്രാൻഡ് ചെലവാട്ടോ. അതൊക്കെ അങ്കിള് വാങ്ങി തരുന്നറിയാ. എന്നാലും ഈ പെൺകുട്ടികളുടെ കേസ് ആവുമ്പോൾ എടാ ഇതൊന്നും ആരും ടെൻഷൻ അടിക്കല്ലേ, നിന്റെ ഫ്രണ്ട്സിനൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ. അങ്ങനെ ഒരാളുണ്ട്, മെയിൻ കോഴി സ്കൂളത്തെ, അവൻ സെറ്റാക്കും. താങ്ക്സ് എടാ. എന്നാലും അങ്കിളിനെ വേറെ എവിടെയോ കണ്ടു. ஷார்ட் ஃபிலிம் ஏய் கேரளா ஃப்ராங்கோ இருக்கல்ல, மெட்டீரியல் அனுப்பணும். போன வாட்டி அனுப்பணும்ல, போயிட்டு இந்த வாட்டி சரஃபுதீன் இருக்குல்ல பாம்பேல, அப்போ நீங்க 2 பேரும் போயிட்டு மெட்டீரியல் வாங்கி வந்துடு. ஓகே ओके हेलो सरफुद्दीन, कैसा है? मेरा 2 भाईகள் उधर आएगा. हाँ, अरे मेरे माल दे दो यार. पैसे के बारे में क्या बोल रहे? पैसा दे देगा मैम. हाँ ठीक है, कभी दे देगा माल, कभी देखने के यार. അയാളെ കൊണ്ടുള്ള ശല്യം തീർന്നു എന്നാ കരുതിയത്. സ്കൂളിക്ക് വരാനേ ഇപ്പൊ പേടിയാവണു. നീ ധൈര്യമായിട്ടിരിക്കേ, അങ്ങനെ അങ്ങോട്ട് പേടിച്ചാലോ? നിനക്കത് പറയാ സമയ, അയാൾ ഇനി എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. അയാൾക്ക് അത്രയും ദേഷ്യണ്ട് എന്നോട്. എന്റെ വാപ്പച്ചിയാണെങ്കിൽ സ്ഥലം മാറി പോവുകയും ചെയ്തു. അയ്യോ വാപ്പച്ചോടൊന്നും പറയല്ലേട്ടോ, ഇനിയും പണ്ടത്തെ പോലെ പ്രശ്നമാവാനാ. വേറെ ഇപ്പൊ എന്താ ചെയ്യാ? ആ നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണോ? എന്താടാ? കൃഷിയിലെ എഴുത്തിയിലെ അവനെ നിന്റെ ക്ലാസ്സിലെ ചെക്കന്മാര് നല്ല മുട്ടിച്ചു. അതെന്തിന്? അവനെ നിന്നെ കുറിച്ച് എന്തൊക്കെയോ ചോദിച്ചു നടക്കായിരുന്നു. പണ്ട് നിങ്ങളൊരു മയക്കുമരുന്ന് കേസിൽ ഒരാളെ കുടുക്കിയില്ലേ? എന്നിട്ടോ? എന്നിട്ടെന്താ, ചെക്കന്മാരുടെ അവനെ വയറച്ചിട്ടുണ്ട്. എന്തായാലും അവൻ 2 ദിവസം സ്കൂളിലേക്ക് വരില്ല, ഓർപ്പാ. മോളെ വേഗം വായോ. അച്ഛനെ ആ റോഡ് വരെ വരാം. എന്തിനാ അച്ഛാ, ഞാൻ പോയിക്കോളാം. മോൾ അങ്ങനെ പറഞ്ഞപ്പോഴേ അച്ഛൻ എന്തോ ഒരു വല്ലായിക. ശരി മോളെ, എന്നാ അച്ഛൻ പോട്ടെ. മോള് നോക്കി പോവണ്ട്. ശരി അച്ഛാ. ഏട്ടാ ഈ മണലടി അമ്പലം എവിടെ? അത് ഇവിടുന്ന് 1 കിലോമീറ്റർ ഉള്ളു. ഏട്ടൻ അങ്ങോട്ടാണ് കേറിക്കോളൂ. ഞാൻ ഇല്ലേ, ഞാൻ ദാ അതുവരെ ഉള്ളു. കേറേട്ടാ അതുവരെ ഞാനില്ലേ, എന്നാലും കേറേട്ടാ, അതുവരെ കേറിക്കോളൂ. ആ ഏട്ടനൊന്ന് ഇറങ്ങിക്ക്. എന്താ ഇവിടെ നിർത്തിയത്? പറയാം, ഇറങ്ങൂ. അല്ല എവിടേക്കാണ്? വേരി ഇങ്ങോട്ട് വേരി. എനിക്ക് പോയിട്ട് പണിയുണ്ട്. ഇന്നത്തെ പണിയൊക്കെ പോട്ടെ, ഇങ്ങോട്ട് വേരി. ഏട്ടാ ഇരിക്കി. അല്ല എന്തപ്പോ ഇത്, എനിക്കൊന്നും മനസ്സിലായില്ല. അതൊക്കെ പറയേട്ടാ, ഏട്ടാ ഇരിക്കേട്ടാ. വരി ഇരിക്കി. ഇങ്ങോട്ട് വരി ഏട്ടാ, ഇതൊക്കെ രസല്ലേ, ഇരിക്ക്. പറയാം, ഇരിക്കൂ. അയ്യോ ഇതെന്താ, ഞാൻ കഴിക്കില്ല കേട്ടോ. ഏട്ടനെ കണ്ടറിയില്ലേ ഏട്ടൻ കഴിക്കൂലെന്ന്? അതെ, ഞാൻ കഴിച്ചിരുന്നു കേട്ടോ. ഇപ്പൊ ഞാനേ കഴിക്കാറില്ല. എന്റെ മോൾക്കേ വാക്ക് കൊടുത്താണ് ഞാൻ ഇനി കഴിക്കില്ലാന്ന്. കുടി നിർത്തി എന്ന് പറഞ്ഞ് ഇടയ്ക്കൊന്ന് കഴിച്ച എന്താ പ്രശ്നം? ഒരു കുഴപ്പമില്ലേ. കണ്ടോ, ഇത്രേ ഉള്ളൂ. അല്ലേ വേണ്ടാഞ്ഞിട്ടാണ്. എന്തേട്ടങ്ങൾ എങ്ങനെ? ഏട്ടൻ എന്തായാലും കുടി നിർത്തി ശരിയായില്ല. എന്തേട്ടാ അത്? ഏട്ടാ മദ്യപാനം അത്ര മോശമുള്ള കാര്യമൊന്നുമല്ല. എനിക്കേ പണിയുണ്ട്. നിക്കേട്ടാ, ഇരിക്കേ. നേരം വൈകി അതാണ്. എന്തേട്ടാ എത്ര ധൃതി? എന്തെത്ര ധൃതി? പിടിച്ചോ. ഇന്നൊന്ന് കുടിച്ചുകൊണ്ട് ഒരു കുഴപ്പമില്ല. വേണ്ടേ? കുടിക്കേട്ടാ. വേണ്ടേ? എനിക്ക് വേണ്ട കേട്ടോ. കുടിക്കണം, 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 കുടിക്കണം. അവൻ കുടിക്കില്ലാത്രേ, അനീഷിനോടാ കളി. ഞാൻ 6-ാം തവണ
അച്ഛനന്ന് കുടിക്കില്ല പറഞ്ഞപ്പോഴേ ഞാനത് വിശ്വസിച്ചിട്ടില്ല. ഇന്നിപ്പോ എന്ത് തോന്നി ഇങ്ങനെ കുടിച്ചു ബോധം പോവാൻ? നാളെ മുതൽ ഞാൻ ഓട്ടോയിലേ വരാട്ടോ. അച്ഛന് എന്താന്നറിയില്ല, ഒറ്റയ്ക്ക് വിടാൻ വല്ലാത്തൊരു പേടി. ഇനിയിപ്പോ അയാൾ എന്നെ ഫോളോ ചെയ്യോ? അതുണ്ടാവില്ല. അയാൾക്ക് ദേഷ്യം മുഴുവൻ എന്നോടല്ലേ. ഇവനത് എവിടെ പോയി കിടന്നു? അച്ഛായ അവന്റെ കാര്യം വിട്. ചെന്നൈന്ന് സാധനം നാളെ എത്തും. ശരവണം വിളിച്ചിരുന്നു. നീ പാലക്കാട് പോയി എടുത്തിട്ട് വരണം. സൂക്ഷിക്കണം കേട്ടോ. പെരിയാർ ലോക്കപ്പ് മർദ്ദനം പുനരന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കാൻ മന്ത്രിസഭ തീരുമാനം. SI ഷൺമുഖനെ ജോലിയിൽ തിരിച്ചെടുത്ത നടപടിക്കെതിരെ പ്രതിപക്ഷം പ്രതിഷേധ പരിപാടികൾ തുടങ്ങാനിരിക്കെയാണ് ഈ നീക്കം. ഇതോടെ ഏറെ കോളിളക്കം സൃഷ്ടിച്ച പെരിയാർ ലോക്കപ്പ് മർദ്ദന കേസ് വീണ്ടും ചർച്ചയാവുകയാണ്. എല്ലാം ചോദിച്ചറിഞ്ഞു വരാന്ന് പറഞ്ഞിട്ട് മുങ്ങിയെടുക്കാനല്ലേ? അങ്കിൾ ആരാന്നൊക്കെ മനസ്സിലായിട്ടോ. ലൈസ് വാങ്ങി തന്നിട്ട് പറ്റിക്കാന്ന് വിചാരിച്ചൂലേ? അങ്കിളിന്റെ മയക്കുമരുന്നിന്റെ കച്ചവടല്ലേ? ചെക്ക, എന്റെ ഒരു കൊട്ടിനില്ല നീ. അവളുടെ ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് കിട്ടി. കുടി നിർത്തി അവളെ അച്ഛന്റെ കുടിയൊക്കെ ഞാൻ തുടങ്ങി വെച്ചിട്ട് ചെന്ന് ചോദിച്ചു നോക്കണം അവളോട്. ഓടാ ചാള് ചെക്ക. ഋഷേ, നീ പുതിയ നമ്പർ എടുക്കാണോ? ഞാൻ പറയുന്നത് വിശ്വസിക്കുക. അയാൾ എന്റെ അച്ഛൻ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. നീ പറഞ്ഞത് ശരിയാണെങ്കിൽ അച്ഛനെ കുടിപ്പിച്ചത് അയാളായിരിക്കും. സാമിയ, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒരു വഴിയുണ്ട്, നീ വാ. கேரளாவில் ஹெராயினுடன் கைது செய்யப்பட்ட பெண்ணுக்கு சென்னையில் உள்ள ஒரு போதைப்பொருள் கடத்தல் கும்பலுடன் தொடர்பு இருப்பது தெரிய வந்துள்ளது. அந்த கும்பலின் தலைவனான சரவணனை பிடிக்க காவல்துறையினர் தேடுதல் வேட்டையை தொடங்கியுள்ளனர். എടാ നീയോ എവിടെയായിരുന്നോ? എത്ര നേരം ഇതിനെ വിളിക്കണം? ഫോണ് സൈലന്റ് ആയിരുന്നു. എന്താ കാര്യം? എടാ ഷീനനെ പിടിച്ചോട്ടോ. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. പോവാൻ നോക്ക. എവിടെ വെച്ചാ? അതൊക്കെ പറയാം, നീ നടക്ക്. ആ റോഡിലെ വണ്ടി എടുത്തിട്ട് വണ്ടി മാറ്റേ. എങ്ങോട്ടാ രണ്ടുപേരും ധൃതിയില്? വെറുതെ സമയം മെനക്കെടുത്താനായിട്ട് മാറുന്നുണ്ട്. നീയൊക്കെയാണോടാ അവിടുത്തെ ഡ്രഗ് മാഫിയ? ചായ എന്താ വേണ്ട? Anxiety, filling up every space, no privacy. And silently, it could build and build until you finally see it. Whoa, it's taking over, damn no closure, moving. Wanna be a loner, no exposure, I just wanna be a loner. Some can't stay sober, looking over all their shoulders, like moving boulders just to get out of the home. It sucks, I've had enough, I don't wanna feel the stuck under the rug on my